ഇവിടെ ഞങ്ങൾ മനുഷ്യരായിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ മതങ്ങളില്ലല്ലോ. അപ്പൊ മനുഷ്യരായിട്ട് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ ഒപ്പം നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ. നമസ്കാരം. പാലക്കാട്ട് നിന്ന് തിരിച്ചുള്ള യാത്രയിലാണ് ഒരു കൂട്ടം ആളുകൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ നോമ്പുതുറ കിറ്റുകൾ കൊടുക്കുകയാണ്. അപ്പൊ കേരളത്തിന്റെ കെട്ടുറപ്പ്, കേരളത്തിന്റെ ഈ മതേതര കെട്ടുറപ്പ് തകർക്കില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സ്റ്റോറിയാണ് ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. ഇവിടെ എല്ലാവർക്കും നോമ്പ് തുറക്കാനുള്ള ഒരു സംഭവം ഒരുക്കി കൊടുക്കുക അല്ലെ? അതെ അതെ, കഴിഞ്ഞ 5 കൊല്ലമായി ഡിവൈഎഫ്ഐ എല്ലാ ദിവസവും നോമ്പ് തുറക്കാൻ, വഴിയാത്രക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം വളരെ മികച്ച രീതിയിൽ ഒരു കൊല്ലത്തിലപ്പുറം 5 കൊല്ലം എത്തി നിൽക്കുമ്പോൾ വളരെ അഭിമാനകരമായിട്ടാണ് ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതും എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെർപ്പളശ്ശേരി ബ്ലോക്കിന്റെ കീഴിലാണ് ഇവിടെ വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയാണ്, 2 മേഖലയാണ് ഉള്ളത്. പഞ്ചായത്ത് കമ്മിറ്റി അടിസ്ഥാനത്തിലാണ് ഡെയിലി നമ്മളൊരു 6-10 കൂടിയിട്ട് ഇവിടെ വരും. 100ഓളം പൊതികൾ നമ്മൾ എല്ലാ ദിവസവും വഴിയാത്രക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട്. ഈ ടൗണിൽ നിന്ന് തന്നെയാണോ നിങ്ങൾ കൊടുക്കാറ്? അതെ അതെ, നമ്മൾ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഇതിനൊരു സ്പോൺസർഷിപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. അതിന് നമുക്ക് സ്വമേധയായിട്ട് നമ്മുടെ വല്ലപ്പുഴയിലെ നല്ലവരായ നാട്ടുകാര് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഓരോ ദിവസത്തേക്ക് വേണ്ട സാധനങ്ങൾ സ്പോൺസറായിട്ട് ചെയ്തു തരുന്നുണ്ട്. പേര് വെളിപ്പെടുത്തിയും വെളിപ്പെടുത്താതെയും ഒക്കെ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. ഇന്നിപ്പോ നോമ്പ് തുടങ്ങി ഇത്രയും ദിവസം ആകുമ്പോഴും വളരെ മികച്ച രീതിയിൽ നമുക്ക് ഈ ഒരു പ്രവൃത്തി കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. 5 കൊല്ലം 5 വർഷം ഇതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. നിങ്ങൾ ഈ മെമ്പർമാരൊക്കെ മാറാറുണ്ടോ? ഇല്ല, ഞങ്ങള് സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ മേഖലാടിസ്ഥാനത്തിലായതുകൊണ്ട് ഡെയിലി ആൾക്കാർ വരും. പുറമേയുള്ള അനുഭവികളായിട്ടുള്ള ആൾക്കാർ വരും. ഇത് കണ്ട് രാഷ്ട്രീയ മതം ഒന്നും ഇല്ലാതെ വരുന്ന ആൾക്കാരും ഉണ്ട്, കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് രാഷ്ട്രീയം മതം ഒക്കെ മാറ്റി നിർത്തിയിട്ടില്ലേ, മാറ്റി നിർത്തിയിട്ട് നിൽക്കേണ്ട ഒരു സംഭവമല്ലേ? ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒക്കെ ഒരു കാഴ്ചപ്പാട്. അതാണ്, അതായത് അതുകൊണ്ടാണ് ഈ സ്റ്റോറി പങ്കുവെക്കുന്നത്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മതങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ, നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പല കഥകളും അടിച്ചിറക്കുന്നുണ്ട് അല്ലെ? അതിനൊക്കെ പൊളിച്ചടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ ഒരു പ്ലാൻ അല്ലേ? അതെ അതെ. ഇവിടെ ഡിവൈഎഫ്ഐ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഏത് രീതിയിലാണ് തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മതേതര കെട്ടുറപ്പ് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് ഇവിടെ ഒരു 5 കൊല്ലം വളരെ മികച്ച രീതിയിൽ നമുക്ക് ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. അതിന് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ആശയവും അത് തന്നെയാണ്. ഇനിയും വരുന്ന കാലങ്ങളിലും ഇത് കൊണ്ടുപോകാൻ ബാക്കിയുള്ള ആളുകളും ശ്രമിക്കുന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഒരു പ്രത്യേകം എടുത്തു പറയേണ്ടത്, നിങ്ങളൊരു മറ്റു മതത്തിൽപ്പെട്ട ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാളാണ് അല്ലെ? നിങ്ങൾ തന്നെ ശരിക്കും ഇതിന് നിങ്ങളൊക്കെ ഗ്രൂപ്പായിട്ട്, ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്, നിങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട് ശരിക്കും? ഈ ഒരു നിങ്ങൾ പറഞ്ഞൊരു വിഷയമുണ്ട്, മതേതര കെട്ടുറപ്പ് എന്നും വേണം എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾ മനുഷ്യരായിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ മതങ്ങളില്ലല്ലോ. അപ്പൊ മനുഷ്യരായിട്ട് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ ഒപ്പം നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നിനും പ്രസക്തിയില്ല. 5 വർഷമായില്ലേ ഈ സംഭവം തുടങ്ങിയിട്ടില്ലേ? എന്താണ് പറയാനുള്ളത്? വളരെ നല്ല രീതിയിലാണ് 5 വർഷങ്ങളും ഡിവൈഎഫ്ഐ ഈ വൈകുന്നേരങ്ങളിൽ ഈ സമയത്തെന്ന് പറഞ്ഞാൽ യാത്രക്കാർ ഒരുപാട് പോകേണ്ട സമയമാണ്. അവർക്ക് വീടുകളിലൊന്നും നോമ്പ് തുറക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സമയമായിരിക്കും. അപ്പോൾ അവർക്ക് 100ഓളം പൊതികളാണ് ഞങ്ങൾ ദിവസം അവർക്ക് വേണ്ടിയിട്ട് ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ ഞങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനും ഭാവിയിലും എത്ര കാലങ്ങൾ വേണമെങ്കിലും കൊണ്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം. ആരും നോമ്പ് തുറക്കാൻ വേണ്ടി ബുദ്ധിമുട്ടരുത് എന്നുള്ള രീതിയിലേക്കാണല്ലോ ഈ സംഭവം കൊണ്ടുപോകണം അല്ലേ? എന്താണ് പറയാനുള്ളത്? ആരും എന്നതിനപ്പുറം യാത്രക്കാരും ഇവിടെ എല്ലാവരും സൗകര്യം ഉണ്ടാവുമല്ലോ. പല ഭാഗത്തുനിന്നായി വാഹനങ്ങളിൽ യാത്ര ചെയ്ത് വരുന്ന പല ദിക്കുന്ന് വരുന്ന ആളുകളുണ്ട്. അവർ
നോമ്പ് തുറക്കാൻ ബുദ്ധിമുട്ടരുത്. അത് മാത്രമല്ല, വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ദാഹിച്ചിട്ട് ആരും ഇരിക്കരുത് ആ സമയത്ത്. അത്രയും കൂടി ഉണ്ട് നമുക്ക്. ഞാനിത് ഈ സ്റ്റോറി ചെയ്യാൻ കാരണം പാലക്കാട് ജില്ല ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളിത് ഇവിടെ ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെയാണ് ഈ സ്റ്റോറി ചെയ്യുന്നത് എന്നുള്ളത് ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. എന്താണ് പറയാനുള്ളത്? 5 വർഷമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുക, എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ 5 വർഷക്കാലം വളരെ നല്ല രീതിയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മുടക്കമില്ലാതെ, അതായത് 30 ദിവസവും മുടക്കമില്ലാതെ നല്ല രീതിയിൽ 100-ലധികം വഴിയാത്രക്കാർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായി കൊണ്ട് ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ ഈ നാടിൻ്റെ ഒരു യശസ് വീണ്ടെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഈ വല്ലപ്പുഴയിലും അതുപോലെ തന്നെ വഴിയാത്രക്കാർക്ക് ഈ നോമ്പ് തുറ എല്ലാ ദിവസവും ഒരുക്കിക്കൊണ്ട് ഡിവൈഎഫ്ഐ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നോമ്പ് തുറക്കാൻ വേണ്ടി ആരും കഷ്ടപ്പെടരുത്, നോമ്പ് തുറക്ക് യാത്രക്കാർ പ്രത്യേകിച്ച് കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കാണ് വല്ലപ്പുഴ വീണ്ടും എടുത്തു പറയാണ് പട്ടാമ്പിക്ക് അടുത്ത് വല്ലപ്പുഴ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. ഒരു യാത്രയിലായിരുന്നു, പാലക്കാട്ട് നിന്ന് തിരിച്ച് പോകുന്ന യാത്രയിലായിരുന്നു. അപ്പം ഈ ദൃശ്യം ജനങ്ങളിലേക്ക് പങ്കുവെച്ചത് കേരളത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല, അത് വീണ്ടും വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പല സംഘടനകളും. നന്ദി, നമസ്കാരം.